വാച്ചൊന്നും അങ്ങനെ ഇളകിപ്പോന്ന സംഭവമല്ല. വാച്ച് ഊരി തന്നെ എടുക്കണം അല്ല. ഇത് ആരോ കട്ടതാണ്. ആരോ ക്രൗഡിന്റെ ഇടയ്ക്ക് ഒരു നല്ല പഠിച്ച കള്ളനുണ്ടായിരുന്നു. ഒരു കിടിലം പോലത്തെ കള്ളനുണ്ടായിരുന്നു. നല്ല നൈസായിട്ട് ശരിയായ മറ്റേ സിനിമ സ്റ്റൈലിൽ സംഭവം അങ്ങ് ഊരി കൊണ്ടുപോയ സംഭവം മനസ്സിലാ. അല്ലാണ്ട് വാച്ച് അങ്ങനെ ഓട്ടോമാറ്റിക് ഊരിപ്പോന്നില്ല. വാച്ച് ഊരണമെങ്കിൽ എന്തായാലും ആ സ്വിച്ച് മറ്റേ എങ്ങനെ നെക്കി വിറ്റിക്ക് ഇങ്ങനെ വലിച്ചു ഊരണം. 2 ലോക്ക് ഉണ്ട് ഇതിന്. അത് ഊരണെങ്കിൽ നല്ല പഠിച്ച കള്ളനാന്ന് ഊരിനുണ്ടാവും മനസ്സിലാ. പിന്നെന്ന് വെച്ചാൽ എങ്ങനെ പൈസയും പോയില്ലേ. കോഴിക്കോട് പോയപ്പോ അത് ഞാൻ പറഞ്ഞ ലൈവില് വക്കീലിനെ ഒന്ന് പൈസ പോയിട്ടോ. നമ്മള് കോഴിക്കോട് അയ്യാറില് പോയില്ലേ. അപ്പൊ അതിന്റെ ക്രൗഡിന്റെ അടുക്കുന്ന വക്കീലിന്റെ ബാഗിന്ന് പൈസ എടുത്തിട്ട് പോയി. ആരോ എത്രയോ പൈസ പോയി. 12,000 രൂപ പോയി. എങ്ങനെയാ അതായത് വക്കീല് സൈഡ് ബാഗ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായത്. ഓക്കെ, ബാഗ് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായത്. അപ്പം ആരോ ക്രൗഡിന്റെ ഇടക്കൂടെ സിബ് പറഞ്ഞ് പൈസ എടുത്ത് പോയി മനസ്സിലാ. ഇത് ഈ ക്രൗഡിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഒരു കള്ളൻ ഒരു ക്രൗഡിലുണ്ടാവും, ഒരു കള്ളൻ എന്തായാലും ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.